ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നമ്മൾ നേരെ ഹിൽ പാലസ് മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. ഇത് വേറെ എവിടെയല്ല, നമ്മളുടെ സ്വന്തം എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് ഉള്ളത് കേട്ടോ. ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ ഇത്രയും കാലം തൃപ്പൂണിത്തറ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് നോട്ട് തറ, ഇറ്റ്സ് തുറ. ഓക്കെ, അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ വിചാരിച്ച് നേരെ ഒന്ന് ഹിൽ പാലസിലേക്ക് വരാമെന്നുള്ളത് കേട്ടോ. കാരണം ഞങ്ങളിപ്പം പരസ്പരം മീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു കൊല്ലമായി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുമ്പ് വർക്ക് ചെയ്തതാണ്. സോ അങ്ങനെ ഇന്ന് രണ്ടാക്കും ഫ്രീ ഒക്കെ ആയപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ കേരളത്തിൽ നമ്മളുടെ മണിച്ചിത്രത്താഴ് സിനിമ കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സോ അങ്ങനെ അത്ര ഒരു ഐക്കോണിക് ആയിട്ടുള്ള മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു പാലസ് എന്നാണ്. ഈ പാലസ് മാത്രമല്ല, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പാലസും കൂടെ അവർ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ഒരുപാടൊരു മേജർ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. സോ ഹിൽ പാലസ് ആണ്, ഇതൊരു ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണ്. അതായത് നമ്മുടെ ഒരു ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആയിട്ടാണ് ഈ ഒരു ഹിൽ പാലസ് മ്യൂസിയം അറിയപ്പെടുന്നത്. 1865 ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓവർ ദീസ് ഇയേഴ്സ് ആയിട്ട് ഇവരിങ്ങനെ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ബിൽഡിംഗ് ആണ് നമ്മുടെ സൗത്ത് ബ്ലോക്ക് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ പാലസിൻ്റെ നോർത്തേൺ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറേ ഇതുമാതിരി താമരയൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഇതാ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വിടണം. ഇവിടെ നേരെ എൻട്രൻസിലായിട്ട് തന്നെ ഇതുപോലുള്ളൊരു പ്രതിമ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? എനിക്കെന്താ ഓർമ്മ വരുന്നതെന്നറിയോ? നമ്മുടെ മണിച്ചിത്രത്താഴ് ആ ഒരു മൂവിയിൽ ഇന്നസെൻറ്റ് ചേട്ടൻ ഇങ്ങനെ കുട തൂക്കിയിടുന്നൊരു ഭാഗമുണ്ട്. കുട തൂക്കിയിട്ടിട്ട് ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നൊരു ഭാഗമുണ്ട്. അതാട്ടോ എനിക്ക് ഓർമ്മ വന്നേ. അപ്പോൾ അങ്ങനെ കുട തൂക്കിയിട്ടത് ആ പ്രതിമേൻ്റെ മുകളിൽ വരും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് സന്തോഷമുണ്ട്. കാരണം നമ്മൾ സിനിമയിൽ കണ്ട അതേ സാധനങ്ങളൊക്കെ നേരിട്ട് കാണുകയാണ്. പിന്നെ മണിച്ചിത്രത്താഴ് എന്നൊക്കെ പറയുന്ന ആ ഒരു മൂവി തന്നെ ഭയങ്കര അടിപൊളി ഐക്കോണിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പടത്തിൽ കണ്ടാൽ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ കാലമായിട്ട് ഇവിടേക്ക് വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പാലസിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. 50 രൂപയാണ് പെർ പേഴ്സണിന് വരുന്നത്. പക്ഷേ അത് ഭയങ്കര വർത്താണെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഫസ്റ്റത്തെ ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എഗെയിൻ ഇങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. സോ മെയിനായിട്ട് ഈ ഒരു മ്യൂസിയത്തിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ 14 കാറ്റഗറീസ് ഓഫ് എക്സിബിറ്റ്സ് ഉണ്ട്. അതായത് ഇവിടെ രാജാക്കന്മാരെ കുറേ ഓർണമെൻറ്റ്സും അതുപോലെ ജ്വല്ലറീസും ക്രൗൺസും ഇതൊക്കെയുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരുപാട് പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും പിന്നെ അത് കൂടാണ്ട് ചില കൈൻഡ് ഓഫ് വെപ്പൺസ്, കോയിൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൽ ഇവർ ഭയങ്കര അടിപൊളിയായിട്ടുള്ള രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു മെയിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ മ്യൂസിയം, അതുപോലെ ഹെറിറ്റേജ് മ്യൂസിയം, പിന്നെ ഇവിടെ തന്നെ എടുത്തായിട്ടൊരു ഡീർ പാർക്കും പിന്നെ കൂടാണ്ട് ഒരു ചിൽഡ്രൻസ് പാർക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നടന്ന് കണ്ടു കേട്ടോ. കാരണം ഒരുപാട് ഇത് കൂടെ നടന്ന് കാണാനായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഈ വിരിച്ചിട്ടിരിക്കുന്ന ഈ ഒരു ടൈലുണ്ടല്ലോ, ഇത് കണ്ടോ, ആ ഒരു ചെക്സ്, അത് മെയിനായിട്ട് നമ്മുടെ ആ മണിച്ചിത്രത്താഴ് മൂവിയിൽ മൊത്തം ആ ഒരു ചെക്സിനെ ഭയങ്കരമായിട്ട് ലൈക്ക് എംഫസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഓരോ സീൻസിലും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നൈസായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഈ ഒരു പാലസ് മൊത്തത്തിലും ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്പേഷ്യസ് ആണ്. പിന്നെ പോരാത്തതിന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ അവർ വെച്ചിട്ടുണ്ട്. കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ വായിച്ച് ഇവിടുന്ന് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നുള്ളൊരു തോട്ട് പോലും വരുന്നത് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ പോരാത്തതിന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചില സ്കൂൾ പിള്ളേരുടെ വിസിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. കാരണം അത്രയും കുട്ടികൾ മൊത്തത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയ ടൈമിൽ ഭയങ്കര റഷ് ആയിരുന്നു. പിന്നെ കുട്ടികൾ മാത്രമല്ല, കുറേ ആൾക്കാർ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതുവരെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു പാലസൊക്കെ ഒന്ന് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എറണാകുളത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും തൃപ്പൂണിത്തുറ പോവാം, ഹിൽ പാലസ് കാണുക കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അതിൽ തന്നെ മെയിനായിട്ട് പാലസ് ഓപ്പൺ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ലൈക്ക് എല്ലാ ഡേയ്സും, അതായത് തിങ്കളാഴ്ച ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഡേയ്സും ഓപ്പൺ ആണ്. രാവിലെ 10 to 12 വരെയും പിന്നെ അതിന് ശേഷം
2 to 4 വരെയാണ് കേട്ടോ ഈ ഒരു പാലസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക. അതായത് ആൾക്കാരുടെ എൻട്രിക്കൊക്കെ ആ ഒരു ടൈമാണ് ഓക്കെ ആയിട്ടുള്ളത്. സോ അങ്ങനെ നമ്മളിതാ ഒരു സെഷനൊക്കെ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇനി അടുത്ത സെഷനിലേക്ക് പോയി. ഇവിടെ ഇതുപോലെയുള്ള കുറേ എക്സിബിറ്റ്സ് ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടോ. അതായത് ആട്ടിൻ തോലിൽ എഴുതിയ ബൈബിള്, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടോ. പിന്നെ അത് കൂടാണ്ട് പിന്നെയും നമ്മൾ ഈ ഒരു പാലസിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഇങ്ങനൊരു ഏരിയ വരുന്നുണ്ട്. അതായത് ഇവർ പണ്ട് ഉപയോഗിച്ച അതായത് ഈ തമ്പുരാട്ടിമാരെയൊക്കെ നമ്മളിങ്ങനെ ഹൊയ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില സിനിമയിലൊക്കെ കാണില്ലേ, ഇങ്ങനെ തോളിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകണത്. എന്താ പറയുക, അതിൻ്റെ ഒരു എക്സാക്റ്റ് പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിലൊക്കെ ഓരോ ഇയേഴ്സൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും വർഷം പഴക്കമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ മൊത്തം കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടുത്തെ ഈ പറയണ വരാന്താസും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ ഈ ഒരു ഫ്ലോറിങ് പല കൈൻഡ് ഓഫ് ഫ്ലോറാണ്. ആ ഒരു ചെക്സും അതുപോലെ വേറെയും കുറേ കൈൻഡ് ഓഫ് ഫ്ലോറിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഹിൽ പാലസിൽ വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം കുറേ കാലമായിട്ട് വരണം വിചാരിച്ച സ്ഥലത്ത് എനിക്ക് കാണാനായിട്ട് പറ്റി. പിന്നെ അത് കൂടാണ്ട് മസ്റ്റായിട്ട് എല്ലാവരും വന്ന് കാണേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഞാൻ എന്തായാലും എല്ലാവരോടും വന്ന് കാണാനായിട്ട് പറയും. ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് 50 രൂപയുള്ളൂ. പിന്നെ അത് കൂടാണ്ട് ഭയങ്കര ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഓക്കെ. ആൻഡ് പിന്നെ അത് കൂടാണ്ട് ഇവിടെ നമുക്കിപ്പം പല ടെമ്പിളിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ ഇവരിങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മൊത്തം നമ്മൾ നടന്ന് കണ്ട് കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്, അത്യാവശ്യത്തിലേറെ നടക്കാനുണ്ട്. കാരണം അത്രയും നല്ല രീതിയിൽ ഇവർ മൊത്തത്തിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ കാണുക, ഇതൊക്കെ വായിക്കുക, അറിയാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ ഇങ്ങനെ നടന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഔട്ടിങ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ഒരു വിധം നമ്മൾ ഇവിടെ ഉള്ളിൽ മൊത്തം കണ്ടു കഴിഞ്ഞ് നമ്മളിനി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ടൈം പോയതിൻ്റെ ഏത് വഴിക്കാണ് സമയം പോയെന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. കാരണം അത്രയും അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന സമയത്ത് ഈ മണിച്ചിത്രത്താഴത്തെ ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ലൈക്ക് പ്രേതം വരുന്ന സമയത്തുള്ളൊരു BGM, അതൊക്കെ സ്വന്തം ഇങ്ങനെ ഇട്ടും കൊണ്ടാണ് നടന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല വൈബ് ചെയ്യുന്നു കേട്ടോ. ഇത് ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫിലിമിൽ ഒരു കുളം കാണുന്നില്ലേ, അതായത് ഇതിൻ്റെ സൈഡിലായിട്ടാണ് ലാലേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ സുരേഷ് ഗോപി ഓടി വന്നിട്ട് ഈ ഗംഗയ്ക്ക് ഈ പ്രാന്തളകി എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് കൺവേ ചെയ്യുന്നില്ലേ. സോ ആ ഒരു ഏരിയ ആണ് കേട്ടോ അത്. എനിക്കതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താണെന്നറിയില്ല, അതിന് കുറേ കാലമായിട്ട് ഈ ഒരു പാലസ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതുകൊണ്ടേയിരുന്നു എന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ നേരെ ഇങ്ങനെയുള്ളൊരു ഏരിയ ഉണ്ട്. അതായത് നമ്മുടെ ഈ കൊട്ടാരത്തിലൊക്കെ പണ്ട് ഉപയോഗിച്ച കുറേ സാധനങ്ങൾ, ലൈറ്റ്സും കോയിൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാട്ടോ. പിന്നെ ഈ വടി പോലത്തെ സാധനം കണ്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഫിലിമിൽ കാണിക്കുന്നുണ്ടല്ലോ, ശങ്കരൻ തമ്പി ഉപയോഗിച്ച ഒരു സാധനം, അതുപോലെ എനിക്ക് തോന്നി കേട്ടോ. ഇനി മൂപ്പര് തന്നെയാണോ എന്ന് ആർക്കറിയാം. ഓക്കെ. സോ അങ്ങനെ നമ്മളിത് മൊത്തത്തിൽ ഈ ഒരു ഏരിയ ഒക്കെ നടന്ന് കണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായി പോയിട്ട്, കാരണം കുറേ നടക്കാനുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പുറത്തെത്തി. അതിന് ശേഷം നമ്മളിനി നേരെ ഇതിൻ്റെ എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോവാം. പിന്നെ ആ പോണ വഴിക്ക് ഇതുപോലെ വലിയൊരു ഡൈനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വല്ലതും പോയി കഴിക്കുക എന്നാണ്. കാരണം അത്രയും ടയേർഡായി. ഇനി നമ്മൾ നേരെ പോണത് മാളവികൻ്റെ വീട്ടിലേക്കാണ്. മാളവികൻ്റെ വീട്ടിൽ പോയിട്ട് നല്ലോണം ഫുഡ് അടിച്ചിട്ട് വേണം എനിക്ക് തിരിച്ച് പോകാനായിട്ട് കേട്ടോ. ഒന്ന് ഓവറോളായിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു സൺഡേ ഭയങ്കര അടിപൊളിയായിരുന്നു. ഹിൽ പാലസ് മ്യൂസിയത്തിൽ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ദിവസം നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം എനിക്കാകെ ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു ഹിൽ പാലസ് മ്യൂസിയം ആരെങ്കിലും കാണാനായിട്ട് മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരിക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതായത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ പുരാതന വസ്തുക്കളും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും വന്നിട്ട് വിസിറ്റ് ചെയ്യുക. ഇത് മിസ് ഔട്ട് ആക്കരുത് കേട്ടോ. ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ. താങ്ക് യു സോ മച്ച്.